എത്രത്തോളം നമ്മളെ സഹായിച്ചു എന്നുള്ളത് പ്രത്യേകിച്ച് ഈ സമയത്ത് സഹായിച്ച ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് ശേഷം നമുക്ക് ഈ സ്നാനത്തോടനുബന്ധിച്ചിട്ടുള്ള ദൈവങ്ങൾ വായിച്ച് കേൾക്കാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ മലയാളത്തിൽ നമുക്കത് വായിച്ച് കേൾക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ജീവിതത്തിലെ മാറ്റം ഉണ്ടാകുമ്പോൾ മരണത്തോട് അനുഭവപ്പെടുവാനും ശക്തി സഹായിക്കാനുള്ള ജീവിതത്തിൽ പരിശുദ്ധമായ ശക്തി ശക്തീകരിക്കുന്നതിന് എല്ലാ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും വിശ്വസിനായിട്ട് സഹായിക്കാനുള്ള അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ട് അവരായിട്ട് പ്രാർത്ഥനയായിട്ട് സ്തോത്രം chapter 28, verse 19 and 20. Go therefore and make disciples of all the nations, baptizing them in the name of the Father and the Son and the Holy Spirit, teaching them to observe all that I command you. Behold, I am with you always, even to the end of the age. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ട് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. And he said to them, go into all the world and preach the gospel to all creation. He who has believed and has been baptized shall be saved, but he who has disbelieved shall be condemned. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെട്ടു, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെട്ടു. Chapter 3, verse 21. Corresponding to that, baptism now saves you, not the removal of dirt from the flesh, but an appeal to God for a good conscience through the resurrection of Jesus Christ. 1 പത്രോസ് 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനം ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. Acts chapter 2, verse 37 and 38. Now when they heard this, they were pierced to the heart and said to Peter and the rest of the apostles, Brethren, what shall we do? Peter said to them, Repent, and each of you be baptized in the name of Jesus Christ for the forgiveness of your sins, and you will receive the gift of the Holy Spirit. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37-38. അത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുറിച്ചുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വായിച്ച് കേട്ടതുപോലെ സ്നാനം എന്ന് പറയുന്നത് ഇത് ആരുടെയും മനസ്സിൽ ഉദിച്ച ഒരു കാര്യമല്ല, കർത്താവിൻ്റെ തന്നെ കൽപ്പനയായതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. കഴിച്ചുകൊണ്ടൊക്കെ അത് നമ്മളെ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഇടയാക്കി അതിൻ്റെ ആധാരപ്രകാരം അവരുടെ തീരുമാനത്തിൻ്റെ ബേസിലാണ് നമ്മൾ സ്നാനത്തോട് കടക്കുന്നത്. ഇപ്പോൾ Heavenly Father, we just want to thank you for this day. For we believe this is the day that you have made, Father God. Therefore, we will rejoice, we will be glad in it. Father, your word declares that we're true, but we are gathered in your name. So you will be in our midst. So we welcome you this day. Holy Spirit, we welcome you. Lord Jesus, we welcome you. Heavenly Father, we
we thank you that you have ordained this day, Lord. It's a day that Christ says it is essential for us to fulfill all righteousness. So, Father, as Michelle goes through the word, Father, it brings to my mind the day that Christ, your Son, was baptized. Your word declares that after the baptism, as he steps out, that the Holy Spirit descended upon him like a dove. So, Father, I'm asking in the name of Jesus, the name that's above all names, that as Father God, as Michelle comes out, Father, as he fulfills all righteousness, that truly the power, the fire that comes from heaven will descend upon him, Father, and fill him with the mighty supernatural power of your Holy Spirit. Father God, we thank you for this day, Lord, and we give you all the glory. Father, I shield everyone here in the precious blood of Jesus Christ of Nazareth. Father, let your name be glorified. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. The world behind me, the cross before me, the world behind me, the cross before me, the world behind me, the cross before me, no turning back, no turning back, no turning back. Though no one joins me, still I will follow. Though no one joins me, still I will follow. Though no one joins me, still I will follow. No turning back, no turning back, no turning back, no turning back. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. പിതാവേ, ഞങ്ങൾ ദൈവത്തിന്റെ വിഭാഗത്തിന്റെ ഞങ്ങൾ ഏൽപ്പിച്ചനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സഹോദരനെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരനെടുത്ത തീരുമാനപ്രകാരം കർത്താവേ, സ്നാനത്തിൽ കർത്താവിനെ സാക്ഷിക്കുമ്പോൾ, കർത്താവ് ജലത്തിൽ സാക്ഷിക്കുമ്പോൾ, കർത്താവേ ദൈവമേ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുകയും ഇപ്പോഴുള്ള ജീവിതത്തിൽ കർത്താവിനോട് ചേരുവാൻ തക്കവണ്ണമായി കർത്താവെ ബലപ്പെടുത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം സഹായിക്കുമാറാകണമേ. സ്വർഗം കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ.